ഡിലൈഡ് ഓൺസെറ്റ് മസിൽ സോർനെസ് അഥവാ ഡോംസ് എങ്ങനെ റിഡ്യൂസ് ചെയ്യാം എന്നാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. സത്യത്തിൽ ഈ ഡിലൈഡ് ഓൺസെറ്റ് മസിൽ സോർനെസ് ഉണ്ടാവുന്നത് ഒരു നല്ല സൈനാണ്. കാരണം നമ്മൾ ചെയ്ത വർക്കൗട്ട് ആ മസിലിലോട്ട് കിട്ടി, അതുപോലെ തന്നെ നമ്മുടെ മസിൽ കൂടുതൽ സ്ട്രോങ്ങർ ആവാൻ പോവാണ് എന്നാണ് ഇത് കാണിക്കുന്നത്. പക്ഷെ എല്ലാവർക്കും ഈ ഒരു പെയിൻ സഹിക്കാൻ പറ്റിയെന്ന് വരില്ല. സോ അതെങ്ങനെ റിഡ്യൂസ് ചെയ്യാം എന്നാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, കൂൾ ഡൗൺ എക്സസൈസ്. നല്ലൊരു ഇന്റൻസീവ് വർക്കൗട്ടിന് ശേഷം നമ്മുടെ ശരീരം മൊത്തം കൂൾ ഡൗൺ ആവുന്ന രീതിയിലുള്ള കൂൾ ഡൗൺ ആക്ടിവിറ്റീസ് ചെയ്യാൻ ശ്രമിക്കുക. അതിൻ്റെ കൂടെ തന്നെ നല്ല രീതിയിൽ സ്റ്റാറ്റിക്സ് സ്ട്രെച്ചസുകളും ചെയ്യുക, അതുപോലെ തന്നെ ചെറിയ രീതിയിൽ കാർഡിയോ എക്സസൈസുകളും ചെയ്യുക. ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്ത ആ മസിലിലേക്ക് നമുക്ക് കൂടുതൽ ബ്ലഡ് ഫ്ലോ കൊണ്ടുവരാൻ പറ്റും. അത് ആ മസിലിന്റെ സ്റ്റിഫ്നെസ്സും ടൈറ്റ്നെസ്സും സോർനെസ്സും എല്ലാം റിഡ്യൂസ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. സെക്കൻഡ് വൺ, മസാജ് ചെയ്യുക. നമ്മൾ വർക്കൗട്ട് ചെയ്ത മസിലിനെ നമ്മൾ സെൽഫായിട്ട് മസാജ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരാളെ കൊണ്ട് മസാജ് ചെയ്യിപ്പിക്കുകയോ അല്ലെങ്കിൽ ഫോം റോളർ ഉപയോഗിച്ച് ആ ഒരു മസിലിനെ മസാജ് ചെയ്യുക. ഇത് നമുക്ക് ആ മസിലിനെ കൂടുതൽ റിലാക്സ് ആവാനും അതുപോലെ തന്നെ ആ മസിലിലേക്ക് കൂടുതൽ ബ്ലഡ് ഫ്ലോ കൊണ്ടുവരാനും സഹായിക്കും. അത് നമുക്ക് നമ്മുടെ മസിലിന്റെ ടൈറ്റ്നെസ്സും സ്റ്റിഫ്നെസ് ഒക്കെ റിഡ്യൂസ് ചെയ്ത് മസിലിനെ കൂടുതൽ ഫ്ലെക്സിബിൾ ആയിട്ട് വെച്ചിരിക്കാനും നമ്മളെ ഹെൽപ്പ് ചെയ്യും. തേർഡ് വൺ, ആക്റ്റീവ് റിക്കവറി. വർക്കൗട്ട് ചെയ്തതിന് ശേഷം എവിടെയെങ്കിലും ചടഞ്ഞുകൂടിയിരിക്കാതെ ആക്റ്റീവായിട്ടിരിക്കാൻ ശ്രമിക്കുക. ലൈക്ക് നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് ഫ്ലോ നല്ല രീതിയിൽ പമ്പാവുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസുകൾ, അതായത് വളരെ ലേറ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസുകൾ ചെയ്യാൻ ശ്രമിക്കുക. ലൈക്ക് ഇപ്പോൾ യോഗ ചെയ്യലോ അല്ലെങ്കിൽ വാക്കിങ്ങോ അല്ലെങ്കിൽ ബ്രിസ്ക് വാക്കോ അങ്ങനെ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്ത് ഇരിക്കാൻ ശ്രമിക്കുക. ഇത് നമുക്ക് നമ്മുടെ മസിൽ റിക്കവറിക്ക് നല്ലതുപോലെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഡോംസ് റിഡ്യൂസ് ചെയ്യാനും നമ്മളെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. ഫോർത്ത് വൺ, ഹൈഡ്രേഷൻ. ദിവസവും നമുക്ക് ആവശ്യമായിട്ടുള്ള അളവിൽ വെള്ളം കുടിച്ച് ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വർക്കൗട്ടിന് മുമ്പും വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും വർക്കൗട്ടിന് ശേഷവും നല്ല രീതിയിൽ വെള്ളം കുടിച്ച് ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കുക. ഇല്ലെങ്കിൽ ഡീഹൈഡ്രേറ്റ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഡോംസ് കൂടുകയുള്ളൂ, നമ്മുടെ മസിലിന്റെ റിക്കവറി കുറയും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡോംസ് ദിവസങ്ങൾ കൂടാൻ ചാൻസസ് വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. ഫിഫ്ത്ത് വൺ, സ്ട്രെച്ചിങ്. വർക്കൗട്ട് ചെയ്തതിന് ശേഷം ആ ഒരു മസിലിനെ കൂടുതൽ സ്ട്രെച്ച് ചെയ്യുന്നത് ആ മസിലിലേക്ക് കൂടുതൽ ബ്ലഡ് ഫ്ലോ കൊണ്ടുവരാനും അതുമൂലം ആ മസിലിനെ കൂടുതൽ ഫ്ലെക്സിബിൾ ആക്കാനും നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ സ്ട്രെച്ചിങ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് നമ്മുടെ മസിലിന്റെ ടൈറ്റ്നെസ്സും സ്റ്റിഫ്നെസ്സും അതുപോലെ തന്നെ ആ മസിലിന്റെ റിക്കവറി ഫാസ്റ്റ് ആക്കാനും അതുപോലെ തന്നെ ഡോംസ് എന്ന് പറയുന്ന കാര്യം നല്ല രീതിയിൽ ഒഴിവാക്കാനും നമുക്ക് സ്ട്രെച്ചിങ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സിക്സ്ത് വൺ, ഐസ് ബാത്ത് ഓർ കോൾഡ് തെറാപ്പി എടുക്കുക. വർക്കൗട്ടിന് ശേഷം ഐസ് പാക്കോ അല്ലെങ്കിൽ ഒരു കോൾഡ് ബാത്തോ എടുക്കുന്നത് നമ്മുടെ ശരീരത്തിന്റെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ വർക്കൗട്ടിന് ശേഷം ഒരു ഐസ് പാക്ക് വെക്കുന്നതോ അല്ലെങ്കിൽ ഒരു കോൾഡ് ബാത്ത് എടുക്കുന്നത് നമ്മുടെ മസിൽ ടൈറ്റ്നെസ് കുറയ്ക്കാനും മസിലിന്റെ കൂടുതൽ റിക്കവറി ഫാസ്റ്റ് ആക്കാനും നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഒരുപാട് പ്രൊഫഷണൽ ബോഡി ബിൽഡേഴ്സും അതുപോലെ തന്നെ ആത്ലീറ്റ്സും ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്സ് ആണ് ഒന്നല്ലെങ്കിൽ ഐസ് ബാത്ത് എടുക്കുക അല്ലെങ്കിൽ ഒരു കോൾഡ് തെറാപ്പി എടുക്കുന്നത്. അതുപോലെ തന്നെ മസിലിന്റെ ടൈറ്റ്നെസ്സും സ്റ്റിഫ്നെസ് ഒക്കെ മാറാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്സ് ആണ് ഈ ഐസ് ബാത്ത് എടുക്കുക അല്ലെങ്കിൽ ഒരു കോൾഡ് ബാത്ത് എടുക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ മസിൽ ഡോംസ് എല്ലാം റിഡ്യൂസ് ചെയ്യാൻ പറ്റും. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.